ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് തന്നെ വലിയ പോകുന്നുണ്ടായിരുന്നില്ല, അത്രയും നേരത്തെ എണീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നാണ് പ്രോഗ്രാം ഡേ, May 3 വീഡിയോ ആണത്. ഞാൻ ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മോർണിംഗ് ഒരു 4 മണിയാകുമ്പോഴേക്ക് എഴുന്നേറ്റ് എല്ലാം സെറ്റ് ചെയ്ത് 5 മണിയാകുമ്പോൾ വണ്ടി വരുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ആ ഒരു ട്രാവലർ വരും. പിന്നെ എന്നെ പിക്ക് ചെയ്ത് നേരെ ഡാൻസ് ക്ലാസ്സിൽ പോവുകയാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് എല്ലാവരും കയറി. പിന്നെ ഒരു സ്റ്റോപ്പ് എല്ലാവരും കയറുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയ പാട് ഞാൻ അപ്പം തന്നെ കിടന്നുറങ്ങി. പിന്നെ ഞാൻ കണ്ണുറക്കുന്നത് ഗുരുവായൂർ എത്തിയപ്പോഴാണ്. അവിടെ നമ്മളൊരു 6 മണി 7 മണിയായപ്പോൾ എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോകാൻ ചെയ്ത് എല്ലാം ലഗേജൊക്കെ എടുത്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദോശയും ചമ്മന്തിയാണ് കൊണ്ടുവന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു, ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചു. പിന്നെ നമ്മൾ മാഷുമാർ വന്ന് പതിയെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 3 പേര് എന്തായാലും ഉണ്ടാവും. 3 പേരെന്ന് പറയുമ്പോൾ ഒരാൾ സ്റ്റാർട്ട് ചെയ്യാൻ ജസ്റ്റ് പുട്ടി കാര്യങ്ങൾ ഫൗണ്ടേഷനൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, ബ്ലഷൊക്കെ ഇടും. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു മാഷിൻ്റെ അടുത്ത് പോയിട്ടാണ് കണ്ണെഴുതലും പിരികെഴുതലും പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക, ടച്ചപ്പ് ചെയ്യുക അതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഹെയർ സ്റ്റൈലിന് പോകും. അതിന് മുമ്പ് നമ്മൾ ടൈം കിട്ടുമ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഡ്രസ്സിന് മേലൊന്നും ആവാതിരിക്കാനാണ് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് അതിൻ്റെ മേലെ കുറച്ച് ഷോളും കൂടി ഇടുന്നത്. ഷോൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ഞാൻ ഷോൾ ഇട്ട് കാണേണ്ട നല്ല ഷർട്ടായിരുന്നു. അതങ്ങനെ ഇട്ട് പിന്നെ ഡ്രസ് ചേഞ്ച് ചെയ്ത് നമ്മൾ നേരെ ഹെയർ സ്റ്റൈൽ. അങ്ങനെയാണ് നോർമലി എല്ലാ ഇതിന് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം ചെയ്യുന്നത്. അടങ്ങിയിട്ടാണ്. അപ്പോൾ ഒപ്പം ബൃന്ദ ചേച്ചിയും കളിക്കുന്നുണ്ട്. സോ എല്ലാവരും എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുക, കണ്ട് ലൈക്കൊക്കെ ചെയ്യുക ഇത് കിട്ടുമ്പോൾ. ആ പറഞ്ഞ് കുറേ തള്ളിയത് എൻ്റെ ടീച്ചറുടെ മോളാണ്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. കാരണം നമ്മളിങ്ങനെ ചെറുപ്പം മുതലേ അവളെ കാണുന്നതാണ്, അവളെ ഞങ്ങളെ കാണുന്നതാണ്. അപ്പോൾ അത്രയും ബോണ്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ട് ഇങ്ങനെ കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ടീച്ചർക്ക് ഓൾറെഡി 3 മക്കളാണ്. 3 മക്കളായിട്ട് നല്ല കട്ട കമ്പനിയാണ്. ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സുന്ദർ ടീച്ചറാണ്. ടീച്ചർ നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വരും. ടീച്ചർ ഒരു ഡാൻസ് ടീച്ചറാണ്. ഞാനും ടീച്ചർ കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ തമ്മിൽ നല്ല പോലെ കമ്പനിയാണ്. നമ്മളോട് നല്ല സ്നേഹമാണ്, നല്ല കംഫർട്ടബിൾ ആണ് ടീച്ചറായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എല്ലാത്തിനും. അങ്ങനെ ടീച്ചറാണ് എൻ്റെ മാതൃപൂജയ്ക്ക് എൻ്റെ അമ്മയായിട്ട് നിന്നതും. കാരണം എൻ്റെ അമ്മ നാട്ടിലില്ലല്ലോ, അതുകൊണ്ട്. എല്ലാ മേക്കപ്പും കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റാണ് ലിപ്സ്റ്റിക് ഇടുള്ളൂ. ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ ഫുൾ സെറ്റാണ്. പിന്നെ അങ്ങ് നമുക്ക് നല്ല ലുക്കായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ സ്റ്റേജിൽ പോയി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ അൺപെയ്ഡ് ഫോട്ടോഗ്രാഫർ. ഓക്കെ, ബൈ.